ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സമയം ഏകദേശം ഒരു 5 മണി 5:15 കേട്ടോ. അതാണ് വീഡിയോയിൽ ഇത്തിരി ലൈറ്റ് കമ്മിയുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ കുറ്റിയടിക്കൽ ഡേ ആണല്ലോ. തുടക്കത്തിൽ ഞാൻ ഡേ വ്ലോഗ് ആയിട്ടാണ് എടുക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് നടുവിലെത്തിയപ്പോൾ സമയം കിട്ടില്ല. അതുകൊണ്ട് ഒരു ഹാഫ് ഡേ ഇൻ വ്ലോഗ് ആക്കാം. അപ്പോൾ ആദ്യമേ പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ എന്താ പറയുക സന്തോഷം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നു, എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഞാരണോട് തന്നെ പറഞ്ഞു, നിൻ്റെ ശബ്ദം മാറ്റണം, ശബ്ദം പോരാ, സൗണ്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരിക്കണേ, എത്ര ശരിയാക്കിയാലും നന്നാവാത്തൊരു സാധനമാണ്. എന്താ ചെയ്യുക, നമ്മളെക്കൊണ്ട് നമുക്ക് പഠിച്ചോ തന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ കറിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പ് പത്തിരിപ്പൊടി കുഴച്ച് വെച്ചിക്കണേ, അതുപോലെ തക്കാളി അതൊക്കെ മുറിച്ചൊക്കെ വെച്ചിക്കണേ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളി വാട്ടിയേക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കണ്ട് ഒന്ന് മൂടി ഇളക്കി കണ്ട് ഒന്ന് മൂടി വെച്ചാൽ നമുക്ക് ഉള്ളി നല്ലോണം വാടി കിട്ടും. എന്നിട്ട് ആ നേരം കൊണ്ട് നമുക്ക് എന്താക്കാം, പത്തിരി ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചൂടായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചേന്. അപ്പോൾ ഭയങ്കര നല്ല അങ്ങോട്ട് തണുക്കണ്ട, നല്ല നമുക്ക് കുഴക്കാൻ പറ്റിയ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് വേഗം കുഴച്ചാൽ നല്ല നെയ്സായി കണ്ടുള്ള പത്തിരി ഇട്ടുട്ടാം. അതുകൊണ്ടാണ് ഇതിനെ നെയ്സായിട്ടുള്ള നെയ്സ് പത്തിരി എന്ന് വിളിക്കണത്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഞങ്ങൾ രണ്ടാളും കൂടി ഞാൻ പരത്തും, ഓള് തട്ടിത്തരും, ഞാൻ പരത്തും, ഓള് തട്ടിത്തരും. ഈ പത്തിരിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നേരം വെളുത്തിട്ട് ഏകദേശം നേരം വെളുത്തതിൻ്റെ ശേഷം ഇത്രയും പത്തിരി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പത്തിരിൻ്റെ പുറമെ പൊറാട്ട ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തിൽ തന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഒന്ന് തേങ്ങ വറുത്തുകാണ്ട് അരച്ചൊഴിച്ചാൽ മതി. അതും കൂടി കഴിഞ്ഞാൽ കറിൻ്റെ കാര്യത്തിൽ പിന്നെ ആലോചിക്കണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചായയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല ഏലക്കായ ഇട്ട നല്ല വെളുത്ത ചായ ഉണ്ടേനി. അതൊന്നും സംഭവം വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. രാവിലെ എണീറ്റ പാടൊക്കെ എന്ന് വെച്ചാൽ ആരും ഇല്ല അടുക്കളയിൽ. അപ്പം നമുക്ക് ഒരു ആവശ്യമായിക്കാണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ പിന്നെ ഇങ്ങനെ 7 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ബേജാറായി. കാരണം ടൈമില്ലല്ലോ. 8 മണി ആകുമ്പോഴത്തേന് നമുക്ക് ഉസ്താവുമാരും കാര്യങ്ങളൊക്കെ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ തന്നെ നമ്മൾ എന്താക്കണം, അടുക്കളയിലത്തെ പണി ഒരു വിധം കഴിപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ എടുക്കാൻ വരുമ്പോൾ അപ്പം പിടിച്ചാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു നേരത്തെ ഉള്ള വീഡിയോ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷെ രാവിലെ നീച്ചപ്പോഴൊക്കെ ഡേ വ്ലോഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കറിയായി, ചായ ആയി, പിന്നെ പത്തിരി ചൂടാനുള്ള ടൈമായി. അപ്പോൾ പത്തിരി ഒന്നും നോക്കണ്ട, ചിലപ്പോൾ ഇന്ത്യൻ്റെ ഭൂപടം ഉണ്ടാവും, കേരളത്തിൻ്റെ ഭൂപടമൊക്കെ ഉണ്ടാകും. അത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കൽ പത്തിരിമലാണ്. പക്ഷെ എന്താ പറയുക, നല്ല നൈസായിട്ടുള്ള പത്തിരി കേട്ടോ. പിന്നെ പത്തിരി പണി കഴിഞ്ഞ് പിന്നെ നേരെ ചിക്കൻ പൊരിക്കാനുള്ളത് കുഴച്ച് വെച്ചാൽ പിന്നെ അവിടുന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് പിന്നെ പൊരിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിന് ഏകദേശം 8 മണിയൊക്കെ ആവാനായിക്കണ്. പിന്നെ അത് വേഗം എന്താ പറയുക, വേഗം ഒന്ന് സെറ്റാക്കി മസാലയൊക്കെ ഒന്ന് കുഴച്ച് നല്ല പൊടിച്ച് വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ പൊരിച്ചു കൊടുത്താൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് സമയം നേർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നേർക്ക് വീഡിയോ എടുക്കാനും ഒരു സ്ഥലത്ത് വെച്ചിക്കാണ്ട് വീഡിയോ എടുക്കാനും ഒന്നും നേർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു വീഡിയോ എടുക്കല്ലോ എന്നുള്ള രീതിയിൽ ഉള്ള വീഡിയോ എടുത്തുകൊണ്ട് ഒപ്പിച്ചാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ കുറേ വീഡിയോ ആവശ്യമില്ലാത്ത വീഡിയോ കുറേ ഡിലീറ്റ് ആക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ വീഡിയോ കാണില്ലല്ലോ. അങ്ങനെ പിന്നെ കഴിഞ്ഞ് 8 മണി 8:30 ആ സമയത്ത് ഞങ്ങൾ പിന്നെ സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇതാണ് എൻ്റെ വലിയ മുത്തച്ചി, മറ്റേ ചെറിയ മുത്തച്ചി. ഇതാണ് ഞങ്ങൾ സ്ഥലം, കുറ്റിയടിക്കൽ സ്ഥലം. അപ്പോൾ പ്ലോട്ട്. അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മറ്റേ ഇതൊക്കെ അതിരൊക്കെ ഇങ്ങനെ കെട്ടുന്നുണ്ട്. ഞങ്ങൾ ഈ അടുത്തുള്ള വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ ഇത് നോക്കി ഇങ്ങനെ ഇരിക്കേനും. പുറത്ത് പിന്നെ എൻ്റെ അമ്മ ഉണ്ടേനേയും ഇവിടുത്തെ അമ്മ ഉണ്ടേനേയും അങ്ങനെ അവളൊക്കെ ഉണ്ടേനെ. ഞങ്ങൾ ഈ അടുത്തുള്ള വീട്ടിലിങ്ങനെ കയറ്റുന്നതുകൊണ്ട് അതിങ്ങനെ കാണേനെ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഫാമിലീനെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ കൂടെയുള്ള മുത്തച്ചി, ഇതിൻ്റെ വലിയ മുത്തച്ചി, ഇതിപ്പുറത്തുള്ള ഞാൻ. ഇന്നൊന്നും നോക്കണ്ട കേട്ടോ, രസമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുറ്റിയെടുക്കലിൻ്റെ ടൈമായിട്ടാവും. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്കൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് ദിവസത്തെ ഒരു എന്താ പറയുക, ഒരു കാത്തിരിപ്പ് എന്നല്ല, ഐ മീൻ ഒരു സന്തോഷമുള്ളൊരു സമയമാണല്ലോ. എനിക്കിങ്ങനെ ചിരിച്ചടാ സത്യം പറയണ എൻ്റെ മനസ്സിൽ അത്രയൊരു തിരണ്ടേനുണ്ടാവും. അപ്പോൾ ആദ്യം പഠിച്ചു, പിന്നെ എൻ്റെ ഹസ്ബൻഡ് അടിച്ചു,
പിന്നെ ആരാ പിന്നെ ലിനു അടിച്ചു, പിന്നെ ഒക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മ അടിച്ചു, ഭർത്തമ്മ അടിച്ചു, എല്ലാവരും അടിച്ചു, ലാസ്റ്റ് ഞാനും അടിച്ചു. അങ്ങോട്ട് പോന്നു. പിന്നെ എന്താ ഒരിക്കലും കാര്യങ്ങളൊക്കെ ഇനി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു മായം കിട്ടീന് കേട്ടോ. വല്ലാണ്ട് കിട്ടുന്നില്ല, എന്നാലും ചെറുതായിട്ട് നമുക്കൊരു അനുഗ്രഹം തന്ന പോലെ തന്നെ. ഫുഡ് പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടേനു, നെയ്യപ്പം ഉണ്ടേനു, സമൂസ ഉണ്ടേനു, പഴം മുറിച്ചുണ്ടേനു, കറുപ്പും ചോപ്പി അലുവ ഉണ്ടേനു, നല്ല പാൽച്ചായ ഉണ്ടേനു, അങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോ കണ്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പം ശരി, ബൈ.